നമ്മൾ ഡെസിമൽസിനെ പറ്റിയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. എക്സ്പാൻഡഡ് ഫോം, എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു, കമ്പയറിംഗും പറഞ്ഞു അല്ലെ. അടുത്ത നമുക്ക് കൺവേർഷൻ ഓഫ് എ ഡെസിമൽ ഇൻടു ഫ്രാക്ഷൻ. ഒരു ഡെസിമലിനെ എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, അതാണ് അടുത്ത പഠിക്കേണ്ടത്. ഓക്കെ, ഡെസിമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ, ഒരു നമ്പറിനെ 10, 100, 1000, 10,000 ഇങ്ങനെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ ഡെസിമൽ എന്ന് പറയുന്നത് അല്ലെ. ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നതല്ലേ. അപ്പൊ ഒരു ഡെസിമലിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, take the numerator as the number obtained by removing the decimal point of the given decimal number. We know fraction has two parts. അല്ലേ, ഫ്രാക്ഷന് രണ്ട് പാർട്സ് ഉണ്ട്, ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് വരുന്ന നമ്പർ ഉണ്ടാവുമല്ലോ. ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയാൽ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിനെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ ആയി. ഇനി നമുക്ക് ഡിനോമിനേറ്റർ കിട്ടണം. Take the denominator as 1 followed by as many zeros as there in the decimal places in the given decimal number. നമുക്കറിയാം അല്ലേ, ഡെസിമൽ എന്ന് പറയുന്നത് 10 കൊണ്ട് അല്ലെങ്കിൽ 100 കൊണ്ട് 1000 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഫ്രാക്ഷൻ എഴുതുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ 10 ആണോ 100 ആണോ 1000 ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ചെക്ക് ദി ഡെസിമൽ നമ്പർ. ഡെസിമൽ നമ്പർ നോക്കുക, അതില് ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ് വരുന്നുണ്ട് നോക്കുക. ഓക്കെ, ഇപ്പോ 2 ഡിജിറ്റ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 സീറോ വരുന്ന മൾട്ടിപ്പിൾ എഴുതുക, 10ന്റെ മൾട്ടിപ്പിൾ. അതായത് 1 കഴിഞ്ഞിട്ട് 2 സീറോ, ദാറ്റ് ഈസ് 100. ഇപ്പൊ ഡെസിമൽ പാർട്ടിൽ 3 ഡിജിറ്റ്സ് ആണെങ്കിൽ 1 കഴിഞ്ഞിട്ട് 3 സീറോ, ദാറ്റ് ഈസ് 1000. ഡെസിമൽ പാർട്ടിലുള്ള ഡിജിറ്റ്സിനനുസരിച്ച് ഡിനോമിനേറ്ററിൽ 0 ഇടാം. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ 2.54 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്താ ചെയ്യണ്ടേ, ഈ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് വരുന്ന നമ്പർ എന്താക്കുക, ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയാൽ നമുക്ക് എത്ര കിട്ടും, 254. ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് എല്ലാ നമ്പറും കൂട്ടിയിട്ട് ഒറ്റ നമ്പർ ആക്കിയിട്ട് എഴുതാം. ഹോൾ നമ്പർ പാർട്ടും ഡെസിമൽ പാർട്ടും കൂട്ടിയിട്ട് ഒറ്റ നമ്പർ ആക്കി സിംഗിൾ നമ്പർ ആക്കിയിട്ട് ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. ഇനി താഴെ ആദ്യം 1 എഴുതാം, ഡിനോമിനേറ്ററിൽ 1 എഴുതാം. സീറോസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ഡെസിമൽ പാർട്ടില്ലേ, ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ് വരുന്നുണ്ട് നോക്കാം. ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ് വരുന്നുണ്ട് നോക്കാം. ഇവിടെ 1, 2 ഡിജിറ്റ്സ് വരുന്നുണ്ട്. അതിനനുസരിച്ച് 2 സീറോസ് ആഡ് ചെയ്യാം. അപ്പൊ 2.54 എന്നുള്ള ഡെസിമൽ നമ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 254 ഡിവൈഡഡ് ബൈ 100. ഇപ്പോ 35.7 എന്നുള്ളതിനെ എങ്ങനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫസ്റ്റ് റിമൂവ് ദി ഡെസിമൽ പോയിന്റ് and 355 by 10. 357 7 by by 10. 10.
First, we have to remove the decimal point and write the number as numerator. Then, in denominator, 1, after 1, count the digits in the decimal places. According to that digits, write zeros. But decimal part il varuna digits inde ennathinu anusarichu denominator il zeros ittu kodukka. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ reduce the fraction thus obtained to its simplest form. നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടിയാൽ അതിനെ എന്ത് ചെയ്യണം? സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പേജ് നമ്പർ 47 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 47. അതിനകത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. Convert each of the following decimals into a fraction in its simplest form. കണ്ടോ? കണ്ടില്ലേ? അതെല്ലാം ഒന്നൊന്ന് ചെയ്ത് നോക്കിയേ. 1, 2, 3, 4. 0.02, 0.24, 0.003, 0.355. അതെല്ലാം ഒന്ന് കൺവേർട്ട് ചെയ്ത് ഫ്രാക്ഷൻ ആക്കി ഒന്ന് എഴുതി. Okay, ആദ്യത്തേത് 0.02, 2/100, 1/50. Second one 0.24, 24/100. Simplify ചെയ്യുമ്പോൾ 12/50. Again simplify ചെയ്താൽ 6/25. Okay, then third one 0.003. That's equal to 3/1000. അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, 3/1000. Fourth one 0.355 equal to 355 divided by 1000. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, സിംപ്ലിഫൈ ചെയ്യാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 71/200 എന്ന് കിട്ടും. അപ്പൊ നമ്മളൊരു ഫ്രാക്ഷൻ ആക്കി എഴുതിയാൽ, ഒരു ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി എഴുതിയാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാൻ പഠിച്ചല്ലോ. നെക്സ്റ്റ്, കൺവേർഷൻ ഓഫ് എ ഫ്രാക്ഷൻ ഇൻ ടു എ ഡെസിമൽ. ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ഫ്രാക്ഷൻ എന്ന് പറയുമ്പോ ഡെസിമൽ ഫ്രാക്ഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷന്റെ ടൈപ്സിൽ, ഇല്ലേ? ടൈപ്സ് ഓഫ് ഫ്രാക്ഷനിൽ ഒന്ന് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല്? ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000, 10,000, lakh ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്ന ഫ്രാക്ഷനാണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഡെസിമൽ ഫ്രാക്ഷൻ ആണെങ്കിൽ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. എങ്ങനെ ചെയ്യാം? ഇപ്പൊ 3/10 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ ഫ്രാക്ഷൻ ആണ്, അല്ലെ? ഇപ്പൊ ഡിനോമിനേറ്ററില് ന്യൂമറേറ്റർ അതുപോലെ എഴുതാം. ഡിനോമിനേറ്ററിൽ എത്ര സീറോ വരുന്നുണ്ട് നോക്കാം.
ആ സീറോനനുസരിച്ച് വേണം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡെസിമൽ പാർട്ടിൽ വരുന്ന ഡിജിറ്റ്സിന്റെ എണ്ണം. അപ്പൊ ഇവിടെ 10 ഒരു സീറോ മാത്രമേ ഉള്ളൂ. അപ്പോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് മാത്രം മതി. ദാറ്റ് ഈസ് 3/10 ഈസ് റിട്ടൺ ആസ് 0.3. ഇനി 3/100 ആണെങ്കിലോ ഇവിടെ ഡിനോമിനേറ്റർ 0.03 ഡിനോമിനേറ്ററിൽ 2 സീറോ വരുന്നുണ്ട്. അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരണം. 2 ഡിജിറ്റ് വരണം എന്ന് പറഞ്ഞാല് 0.30 എന്നാണോ എഴുതുക 0.03 എന്നാണോ എഴുതുക? നമുക്കറിയാം ഫ്രാക്ഷന്റെ 30 എഴുതി അതിന്റെ വാല്യൂ മാറും. യെസ്, 30 എന്ന് എഴുതിയാൽ അതിന്റെ വാല്യൂ 0.3 ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ? നമ്മൾ ഡെസിമൽ പാർട്ടിന്റെ റൈറ്റ് സൈഡിലേക്ക് എത്ര സീറോസ് ആഡ് ചെയ്താലും അതിന്റെ വാല്യൂ മാറില്ല. വാല്യൂ മാറണമെങ്കിൽ ഡെസിമൽ പാർട്ടില് ഡിജിറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ വേണം സീറോ ആഡ് ചെയ്യാൻ. അപ്പോ ഇവിടെ 2 സീറോസ് ഉണ്ട്. അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പാർട്ടിൽ 2 ഡിജിറ്റ് വേണം അല്ലെ? 2 ഡിജിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ 3ന്റെ ലെഫ്റ്റ് സൈഡിൽ വേണം നമ്മൾ സീറോ ആഡ് ചെയ്യാൻ. ഇനിയിപ്പോ 3/1000 ആണെങ്കിലോ ആൻ മരിയ എത്രയായിരിക്കും ഡെസിമൽ നമ്പർ? 3/1000 ആണെങ്കിൽ 0.003. 0.003. മനസ്സിലായോ? നമ്മൾ എപ്പോഴും സീറോ ആഡ് ചെയ്യേണ്ടത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ സീറോ ആഡ് ചെയ്യണം. എന്നാലേ ആ വാല്യൂ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 25/10. ഈ ഡെസിമൽ ഫ്രാക്ഷനെ 25/10 എന്ന് പറയുന്ന ഡെസിമൽ ഫ്രാക്ഷനെ നമ്മള് ഡെസിമൽ നമ്പർ ആക്കി എഴുതുന്ന സമയത്ത് 2.5 എന്ന് വരും. എന്തുകൊണ്ടാ? 10ൽ ഒരു സീറോ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഹോൾ നമ്പറിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങാം. വൺസിന്റെ പ്ലേസ് മുതൽ കൗണ്ട് ചെയ്തിട്ട് നമ്പേഴ്സിനനുസരിച്ചിട്ട് ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. ഇവിടെ 25 എന്ന് പറയുന്ന നമ്പർ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു സീറോ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. ഇനിയിപ്പോ 253/100 ആണെങ്കിൽ ഈക്വൽ ടു 2.53. കാരണം ഇവിടെ 2 സീറോ വരുന്നുണ്ട്. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൗണ്ട് ചെയ്ത് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടാം. 2.53. ഓക്കെ, പേജ് നമ്പർ 47 എടുത്തേ. അല്ലെങ്കിൽ വേണ്ട, പേജ് നമ്പർ 47 ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യനില് 1 2 3 4 ആദ്യത്തെ 4 എണ്ണം ഒന്ന് ചെയ്തേ. പേജ് നമ്പർ 47, 6th question. First 4 ones. 1 2 3 4. 70/20. First one വേണ്ട. Second one, third one, fourth one. 2 3 4. 29/10. 3997/100. 2317/1000. അത് മൂന്നെണ്ണം ഒന്ന് ചെയ്തേ. കഴിഞ്ഞോ? ഓക്കെ. 29/10 എന്ന് പറയുമ്പോ 2.9. 3997/100 എന്ന് പറയുമ്പോ 39.97. 39.97. 2317/1000 എന്ന് പറയുമ്പോ 2.317. 2.317.
അപ്പൊ അത് എളുപ്പമല്ലേ? ഡെസിമൽ ഫ്രാക്ഷനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസി ആണല്ലോ. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡെസിമൽ ഫ്രാക്ഷൻ മാത്രമല്ല, ബാക്കി കുറെ തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യും? ഓക്കെ, അത് നോക്കാം. If the denominator of the given fraction is not 10, 100, 1000 and so on, then convert it into an equivalent fraction with denominator 10 or 100 or 1000 and so on. അതായത് ഡെസിമൽ ഫ്രാക്ഷൻ അല്ലാത്ത വേറെ ഏതെങ്കിലും ഫ്രാക്ഷനെയാണ് നമ്മൾ ഡെസിമൽസ് ആക്കി എഴുതേണ്ടത് എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സിനെ 10ലേക്കോ 1000ലേക്കോ 100ലേക്കോ 10,000ലേക്കോ അങ്ങനെയുള്ള നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ള നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് സെയിം വാല്യൂ ഉള്ള ഫ്രാക്ഷൻ കിട്ടുള്ളൂ അല്ലെ? ഒരു ഫ്രാക്ഷനെ നമ്മൾ അതിന്റെ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിന്റെ ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ അതിന്റെ വാല്യൂ മാറാതിരിക്കുള്ളൂ. ഇപ്പൊ 2/5 എന്നുള്ളതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. 5 എന്നുള്ളതിനെ ഡിനോമിനേറ്ററിൽ 10ലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിനെയും അതേപോലെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ 2/5 എന്നുള്ളത് ഡിനോമിനേറ്റർ 10 ആക്കണമെന്നുണ്ടെങ്കിൽ 5നെ we have to multiply it with 2. At the same time, numerator is also multiplied by 2. അപ്പൊ 2/5 എന്നുള്ള ഫ്രാക്ഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 4/10 വരും. These fractions are called equivalent fractions. അല്ലെ? വാല്യൂ ചേഞ്ച് ചെയ്യാതെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഫ്രാക്ഷൻസിനെയാണ് ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഡെസിമൽ ഫ്രാക്ഷൻ അല്ലാത്തുള്ള ഒരു ഫ്രാക്ഷനെ ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. എങ്ങനെയുള്ള ഇക്വലന്റ് ഫ്രാക്ഷൻസ്? ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000, 10,000 അങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്ന ഇക്വലന്റ് ഫ്രാക്ഷൻസിലേക്ക് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് വേണം ഡെസിമൽസ് ആക്കാൻ. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡെസിമൽ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്തതുപോലെ തന്നെ പോയിന്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതിൽ സോൾവ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ഒന്ന് നോക്കി. എക്സാമ്പിൾ 4, 6/25. കണ്ടോ? പേജ് നമ്പർ 45 എക്സാമ്പിൾ 4. എക്സ്പ്രസ് ദി ഫോളോയിങ് ഫ്രാക്ഷൻസ് ആസ് ഡെസിമൽസ്. 6/25 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ first we have to find out an equivalent fraction with denominator 10, 100, 1000 etc. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ 6/25 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 25 ആണ് അല്ലെ? 25 ആയതുകൊണ്ട് 25നെ നമുക്ക് 10ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലോ? എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും 25നെ നമുക്ക് 10 ആക്കാൻ പറ്റില്ല. At the same time, we can convert 25 into 100. 25നെ നമുക്ക് 100 ആക്കാം. എങ്ങനെ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 25 into 4 ആണ് 100. അപ്പൊ 25 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ 100 ആക്കി മാറ്റുന്നു. At the same time, we must convert numerator according to the change in the denominator. ഡിനോമിനേറ്ററിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് ന്യൂമറേറ്ററിലും ചേഞ്ചസ് വരുത്തണം. അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 4 by 25 into 4. അപ്പൊ എത്രയായി? 6/25 എന്നുള്ള പറയുന്ന ഫ്രാക്ഷൻ 24/100 എന്ന് മാറി. 24/100 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെസിമൽ ഫ്രാക്ഷൻ ആണ്. നമ്മൾ ആദ്യം ചെയ്തതുപോലത്തെ ഉള്ള ഒരു ഡെസിമൽ ഫ്രാക്ഷൻ ആണ് 24/100.
ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഡെസിമൽ ആക്കി എഴുതിയാൽ മതി. 24/100 is equal to 0.24. Okay. Then next second one, 37/4. 37/4 എന്ന് പറയുമ്പോ 4 നമുക്ക് 10 ആക്കാൻ പറ്റില്ല. ഒരു ഡയറക്റ്റ് ഒരു ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 ആക്കാൻ പറ്റില്ല അല്ലേ? പിന്നെ അടുത്തത് കൺവേർഷൻ ചെയ്യാൻ പറ്റുന്നത് 100ലേക്കാണ്. 4നെ 100 ആക്കണമെങ്കിൽ നമുക്ക് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആണല്ലോ. അങ്ങനെയാകുമ്പോ നമ്മള് ന്യൂമറേറ്ററിലെ 37നെയും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 37/4 എന്ന് പറയുന്ന നമ്പർ എങ്ങനെയായി മാറി? 37 into 25 by 4 into 25 is equal to 925/100. സാധാരണ ഒരു ഡെസിമൽ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. അതിനെ നമ്മൾ ഡെസിമൽ ആക്കി എഴുതുന്ന സമയത്ത് 9.25 എന്ന് കിട്ടി. Okay. Then third one, 11 1/8. It's a mixed fraction. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ ഒരു മിക്സഡ് ഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് we have to convert this mixed fraction into improper fraction. എപ്പോഴായാലും ഏത് ക്വസ്റ്റ്യൻ ആയാലും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയാലും മിക്സഡ് ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ 11 into 8 88, 88 plus 1 89, 89/8 എന്ന് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിനോമിനേറ്റർ 8നെ കൺവേർട്ട് ചെയ്യണം. 8നെ നമുക്ക് 10 ആക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മള് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. വേറൊരു പോയിന്റ് ഡെസിമൽ പോയിന്റ് ഉള്ള പോയിന്റ്സ് വെച്ചിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഹോൾ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പൊ ഇവിടെ 8നെ നമുക്ക് 10ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, 100ലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. 8നെ ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 100 കിട്ടില്ല. 1000ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെയ്ത് നോക്കിയേ. 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 125 എന്ന് കിട്ടും അല്ലേ? That means 8 into 125 is equal to 1000. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ നമ്മൾ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്യുന്ന സമയത്ത് 89 into 125, 8 into 125 is equal to 11,125 divided by 11,125 by 1000 എന്ന് കിട്ടും. അപ്പൊ ഡിനോമിനേറ്റർ 1000 വന്നുകൊണ്ട് it is a decimal fraction. Then we can write it as 11.125. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1000 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന സമയത്ത് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് വേണം ഡെസിമൽ പോയിന്റ് ഇടാൻ. So 11,125 by 1000 is equal to 11.125. Okay. ഇനി ഇന്നത്തെ ഹോംവർക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള 5 എണ്ണം. പേജ് നമ്പർ 47ലെ ബാക്കിയുള്ള 5 എണ്ണം. 17 മിസ് അത് താഴത്തെ പിന്നെ മേളത്തെ കേൾക്കുന്നില്ല മോനെ? മിസ് ആദ്യത്തേതും 5ാമത്തേതും 6ാമത്തേതും 7ാമത്തേതും 8ാമത്തേതല്ലേ? ആദ്യത്തേതും 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും അതാണ് ഹോംവർക്ക് എന്ന്. മിസ് നേരത്തെ എക്സാമ്പിൾ ആയിട്ട് തന്നില്ലായിരുന്നു? ഏതാ? ഫസ്റ്റ് 70/20. 17/20 അല്ലേ? അത് ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞായിരുന്നില്ലേ?
അതിനി ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. 17/20 എന്ന് പറയുമ്പോൾ 20നെ നമുക്ക് 100ലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ തന്നിരിക്കുന്നതൊക്കെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്യണം? ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഓക്കെ, അപ്പൊ ആ 5 എണ്ണം എന്ത് ചെയ്യണം? ആദ്യം ആ 4 എണ്ണം ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക, എന്നിട്ട് അതിനെ ഡെസിമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുക, എന്നിട്ട് ഡെസിമൽസ് എഴുതാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വേറൊരു വർക്കും കൂടി ഞാൻ തരുന്നു. നിങ്ങൾക്ക് ഈ മെഷർമെന്റ്സ് അറിയോ? ലെങ്ത്, വെയിറ്റ്, വോളിയം. 1 meter is equal to എത്ര സെന്റിമീറ്റർ, 1 centimeter is equal to ഇത്ര മില്ലിമീറ്റർ. അറിയോ? പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് മെഷർമെന്റ്. അതൊന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ലെങ്ത്തിന്റെയും വെയിറ്റിന്റെയും മാത്രം എഴുതിയാൽ മതി. ലെങ്ത്തിൻ്റെത് ഇപ്പൊ 1 centimeter is equal to 10 millimeter, 1 meter is equal to 100 centimeter. അങ്ങനെ എഴുതാൻ പറ്റില്ലേ? അറിയുന്നത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഹോംവർക്കിന്റെ കൂടെ അതും കൂടി ഒന്ന് എഴുതിയിട്ട് ഒന്ന് സെൻഡ് ചെയ്ത് തരണേ. അറിയാൻ നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇന്ന് കൺവേർഷൻ, ഡെസിമൽസിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഫ്രാക്ഷനെ ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? അത് ഇപ്പൊ തന്നെ ഹോംവർക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ആ മെഷർമെന്റ്സും ഒന്ന് എഴുതി വെക്കാം. പിന്നെ ഇനി നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം പഠിക്കാനുണ്ട്, ഡിവിഷനും പഠിക്കാനുണ്ട് ഡെസിമൽസിന്റെ. ഓക്കെ, അപ്പൊ ഡെസിമൽസ് കൺവേർട്ട് ചെയ്യാൻ ശരിക്കും പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്യാം, അയച്ചു തരാം. ഓക്കെ, ബൈ.